നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ. നാട്ടിൻ പുറങ്ങളിൽ നിന്നും ലഭിക്കുന്ന പുല്ല്, പൂക്കൾ, ഇലകൾ, നെല്ല് എന്നിവ ഉണക്കി പെയിന്റ് നൽകി ഫ്രെയിമുകൾ നിർമ്മിച്ച് ശ്രദ്ധേയരായ പുറത്തൂർ ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സോപ്പും പൊടി നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നു. ആദ്യ വിൽപ്പന പടിഞ്ഞാറേക്കര ബീച്ചിൽ വെച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. നാട്ടിൻപുറങ്ങളിൽ നിന്നും ലഭിക്കുന്ന പുല്ല്, പൂക്കൾ, ഇലകൾ, നെല്ല് എന്നിവ ഉണക്കി പെയിന്റ് നൽകി ഫ്രെയിമുകൾ നിർമ്മിച്ച് ശ്രദ്ധേയരായ പുറത്തൂർ ബഡ്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ സോപ്പുപൊടി നിർമ്മിച്ച് വിപണിയിലെത്തിക്കുന്നു. സോപ്പുപൊടിയുടെ ആദ്യ വിൽപ്പന പടിഞ്ഞാറേക്കര ബീച്ചിൽ വെച്ച് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉൽപ്പന്നം വിപണിയിലിറക്കും മുൻപ് തന്നെ 2.5 ടൺ സോപ്പുപൊടിക്കുള്ള ഓർഡറും ഇവർ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സ്ഥിരം വരുമാനം കണ്ടെത്താനുള്ള ആലോചനയാണ് ഈ വഴിക്കു ചിന്തിപ്പിച്ചത്. സോപ്പുപൊടി നിർമ്മിക്കാനാവശ്യമായ മൂലധനം കണ്ടെത്തിയത് ചിത്രങ്ങളുണ്ടാക്കി വിൽപ്പന നടത്തിയാണ്. കൂടാതെ പുറത്തൂർ ഗ്രാമപഞ്ചായത്തും സഹായവും നൽകി. 42 വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. ഇവർക്കൊപ്പം 42 രക്ഷിതാക്കളും കൂടെ അധ്യാപകരും ചേർന്നാണ് സോപ്പുപൊടി നിർമ്മിക്കുന്നത്. പാലക്കാടുള്ള ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററിൽ നിന്ന് ഇവർ അസംസ്കൃത വസ്തുക്കളായ കാരം, നിറത്തിനുള്ള പൊടി, സുഗന്ധത്തിനുള്ള വസ്തു എന്നിവയെല്ലാം എത്തിച്ചത്. മാർക്കറ്റിംഗും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നാണ് നടത്തുന്നത്. ഓരോ വിദ്യാർത്ഥിയും 50 പാക്കറ്റ് വീതം വിൽക്കാമെന്നാണ് ഏറ്റിട്ടുള്ളത്. ഇതിനിടെ ഒരാൾ 2.5 ടൺ സോപ്പുപൊടിയുടെ ഓർഡർ പിടിച്ചു. പുറത്തൂർ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും ബഡ്സ് സോപ്പുപൊടി എത്തിക്കാൻ പദ്ധതിയുണ്ട്. സ്കൂൾ സോപ്പുപൊടി ചലഞ്ചും വച്ചിട്ടുണ്ട്. ആദ്യ ശ്രമത്തിലുണ്ടാക്കുന്ന 4 ടണ്ണും പൂർണ്ണമായും വിറ്റുപോകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണവർ. മൂലധനമായി 3.5 ലക്ഷം രൂപയാണ് വേണ്ടിയിരുന്നത്. ഇതിൽ 80,000 രൂപ സ്കൂൾ തന്നെ ചിത്രങ്ങളുടെ വിൽപ്പനയിലൂടെ കണ്ടെത്തി. 75,000 രൂപ പഞ്ചായത്തും നൽകി. അസംസ്കൃത വസ്തുക്കളുടെ പണം സോപ്പുപൊടി വിറ്റ ശേഷം നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്ററും സഹായിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ഇവയെല്ലാം യോജിപ്പിച്ച് സോപ്പുപൊടിയാക്കി പാക്ക് ചെയ്തു. പുറത്തൂരിൽ പ്രത്യേകം ഒരുക്കിയ സ്ഥലത്തുവച്ചാണ് നിർമ്മാണം. എല്ലാത്തിനും സഹായികളായി വിദ്യാർത്ഥികളുമുണ്ട്. നിലവിൽ 4 ടൺ സോപ്പുപൊടിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. കിട്ടുന്ന വരുമാനവും ലാഭവും എല്ലാ മാസവും കണക്കാക്കും. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് ഇത് വീതിച്ചു നൽകും. ഗുണനിലവാരം ഉറപ്പാണെന്ന് പ്രധാന അധ്യാപിക M നസീമയും PTA പ്രസിഡന്റ് G ബുഷ്റയും അടക്കമുള്ളവർ പറയുന്നു. 1 കിലോക്ക് 100 രൂപയാണ് വില. ബന്ധപ്പെടേണ്ട നമ്പർ TVN ന്യൂസ്, പുറത്തൂർ. വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിനൊപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 5ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, തിരൂർ ആൻഡ് തിരുനാവായ.